വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ന്യൂറോളജിക്കൽ രോഗങ്ങളും സൈക്യാട്രിക് അഥവാ മാനസിക രോഗങ്ങളും. ഇതിനെ ലളിതമായി മനസ്സിലാക്കാൻ പറയുന്ന ഒരു ഉദാഹരണമാണ് കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അതായത് തലച്ചോറിലെ ഘടനാപരമായ കേടുപാടുകൾ ഹാർഡ്വെയർ പ്രശ്നമാണെന്നും ചിന്തകളിലെയും വികാരങ്ങളിലെയും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സോഫ്റ്റ്വെയർ പ്രശ്നമാണെന്നും. ഇത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ സർക്യൂട്ട് ബോർഡോ വയറോ കരിഞ്ഞുപോയാൽ അത് ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആണ്. തലച്ചോറിലുണ്ടാകുന്ന ട്യൂമർ, സ്ട്രോക്ക് അല്ലെങ്കിൽ നാഡികൾക്ക് സംഭവിക്കുന്ന തകരാറുകൾ എന്നിവയെ നമുക്ക് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കാം. ഇവിടെ പ്രശ്നം തലച്ചോറിൻ്റെ ഘടനയിലാണ്. എന്നാൽ വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ രോഗങ്ങളിൽ തലച്ചോറിൻ്റെ ഘടനയിൽ മാറ്റമില്ലെങ്കിലും അത് പ്രവർത്തിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുന്നു. ഇതിനെയാണ് നമ്മൾ സാധാരണയായി സൈക്യാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യ ശരീരം ഒരു കമ്പ്യൂട്ടർ പോലെയല്ല. കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ മാറുമ്പോൾ ഹാർഡ്വെയർ മാറാറില്ല. പക്ഷേ നമ്മുടെ തലച്ചോറിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു അത്ഭുതമുണ്ട്. നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും സോഫ്റ്റ്വെയർ, അതായത് അവ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളെ ഹാർഡ്വെയർ ഘടനാപരമായി മാറ്റാൻ കഴിവുള്ളവയാണ്. ദീർഘകാലത്തെ മാനസിക സമ്മർദ്ദം തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കാം. അതുപോലെ നല്ല ചിന്തകളും വ്യായാമവും പുതിയ നാഡീകോശ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്ന വേർതിരിവ് പൂർണ്ണമല്ല. വൈദ്യശാസ്ത്രം ഇതിനെ ഒരുമിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് പല മാനസിക രോഗങ്ങൾക്കും മരുന്നുകൾ കെമിക്കൽ ബാലൻസ് ശരിയാക്കാൻ വേണ്ടി ആവശ്യമായി വരുന്നു. ചുരുക്കത്തിൽ ഇവ രണ്ടും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. തലച്ചോറിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനവും പരസ്പര പൂരകങ്ങളാണ്. ലക്ഷണങ്ങൾ ഏതായാലും കൃത്യമായ സമയത്ത് വിദഗ്ധ ചികിത്സ തേടുക എന്നതാണ് പ്രധാനം. താങ്ക് യു ഫോർ ലിസണിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.